ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ക്യൂൻ മദറും പ്രിൻസും വാനറും കിങ്ങും കൂടി ഇരുന്ന് പ്രിൻസ് ഹീച്ചിങ്ങിന്റെ കല്യാണത്തെ പറ്റി സംസാരിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. ഇന്ന് വൈകുന്നേരമാണ് ഹീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്രൈഡ് സെലക്ഷൻ നടക്കാൻ പോകുന്നത്. അതിന്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്തത് നമ്മുടെ വാനറാണ്. വാനർ എല്ലാ കാര്യങ്ങളും ഒരുപാട് ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ക്യൂൻ മദർ അവളെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ടെങ്കിലും അവൾക്ക് ഒരുപാട് സങ്കടവും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. വാനറാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നറിഞ്ഞ് പ്രിൻസ് ഹീച്ചിങ് അവളോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് സങ്കടത്തോടെ ഇറങ്ങിപ്പോയി. എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് വാനറും പ്രിൻസ് ഹീച്ചിങ്ങിന്റെ പുറകെ പോയി. പക്ഷെ പോകുന്നതിന്റെ ഇടയ്ക്ക് അവൾ അറിയാതെ കാല് വഴുതി വീണു. വാനർ വീഴുന്നത് കണ്ട് പ്രിൻസ് ഹീച്ചിങ് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഓടി എത്തിയപ്പോൾ അവൾ ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലേ, എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, ഇത് പാലസ് ആണ്, ക്യൂൻ മദറിന്റെ ആൾക്കാർ ചുറ്റിനുമുണ്ട്, അവരെങ്ങാനും കണ്ട് നിന്നെ പറ്റി തെറ്റിദ്ധരിച്ചാൽ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. നീ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആ ലെറ്റർ എന്ന് നമ്മുടെ വാനർ പ്രിൻസിനോട് പറഞ്ഞപ്പോഴത്തേക്കിനും ക്യൂൻ മദർ അങ്ങോട്ട് കയറി വന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യം അവൾക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. ക്യൂൻ മദർ അവരെ ഒരുമിച്ച് കണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഞാൻ കാല് വഴുതി പോയപ്പോൾ പ്രിൻസ് ഹീച്ചിങ് എന്നെ സഹായിച്ചതാണെന്നും പറഞ്ഞ് വാനർ അത് കവർ ചെയ്യുന്നു. നീ ഇങ്ങനെ അശ്രദ്ധയോടെ നടക്കരുത്, നാളെ കിങ്ങിന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകേണ്ടവളാണ് നീ എന്ന് ക്യൂൻ മദർ പറയുമ്പോൾ പ്രിൻസ് ഹീച്ചിങ്ങും വാനറും പരസ്പരം സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് ഡ്രിങ്ക്സുമായിട്ട് പ്രിൻസ് ഹീച്ചിങ് അങ്ങോട്ട് വരുന്നതാണ്. ഇത് എന്തോ കാര്യം സാധിക്കാനുള്ള വരവാണെന്ന് നമ്മുടെ ഹീറോയിൻ പറഞ്ഞപ്പോൾ, അല്ല, എൻ്റെ മനസ്സിൽ കുറച്ച് സങ്കടമുണ്ട്, അത് താനുമായി ഷെയർ ചെയ്യാൻ വന്നതാണെന്ന് നമ്മുടെ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, ഞാനും കിങ്ങും ഒരുമിച്ച് വളർന്നവരാണ്, ഞങ്ങൾക്കിടയിൽ ഒരു രഹസ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കിങ് ഞാനുമായി ഒരുപാട് അകന്നു, എന്നെ തീരെ മൈൻഡ് ചെയ്യാറില്ല, എന്നിൽ നിന്നും ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നു, അത് താങ്കൾ കിങ്ങിനെ തെറ്റിദ്ധരിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് കിങ് ആവുക എന്നുള്ളത് നല്ല സുഖമുള്ള കാര്യമാണ് എന്നാണ്. പക്ഷേ ഈ ലോകത്ത് വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ജോലിക്കനുസരിച്ച് ശമ്പളം കിട്ടാത്തതുമായ ഏക ജോലിയാണ് കിങ്ങിൻ്റേത്. താങ്കൾ ഒന്ന് കിങ്ങിനെ മനസ്സിലാക്കിയാൽ മതി. താങ്കൾക്ക് കിങ്ങിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ കിങ്ങിന് കുറച്ച് പൈസ നൽകി സഹായിക്കണം എന്നവൾ പറയുന്നു. അത് കേട്ടതും കിങ്ങിന് ഇത്രയ്ക്കും പൈസയുടെ ആവശ്യം എന്താ എന്ന് പ്രിൻസ് ഹീച്ചിങ് അവളോട് ചോദിച്ചെങ്കിലും അവൾ അത് പറഞ്ഞില്ല. അവിടെ നിന്നും ഇറങ്ങിയ പ്രിൻസ് ഹീച്ചിങ് കിങ്ങിന്റെ പണമെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അന്വേഷിക്കാൻ തന്റെ ബോഡി ഗാർഡിനെ ഏൽപ്പിക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ വാനറിന്റെ നേതൃത്വത്തിൽ പ്രിൻസിന് വേണ്ടിയിട്ടുള്ള വധുവിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനാണ്. ഓരോരുത്തരും വന്ന് പെർഫോം ചെയ്യുന്നത് പ്രിൻസ് ഹീച്ചിങ് നല്ലോണം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പോലും ഓരോ കാരണം പറഞ്ഞ് വാനർ എല്ലാവരും റിജക്ട് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. വാനർ ഒരാളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വേറെ ആരെയുമല്ല, നമ്മുടെ ഹീറോയിനെയാണ്. വാനർ നമ്മുടെ ഹീറോയിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രയൊക്കെ പാർട്ടിസിപ്പേറ്റ്സ് വന്നാലും ക്യൂൻ മദർ ഓൾറെഡി എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, എനിക്കും അവളെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നീ അവിടെ വന്ന് എങ്ങനെയെങ്കിലും അത് കുളമാക്കി തരണം. ഭാഗ്യവശാൽ സെലക്ഷന്റെ ദിവസം ആ പെണ്ണ് വരാൻ വൈകിയായിരുന്നു. ആ ചാൻസ് മുതലെടുത്ത് നമ്മുടെ ഹീറോയിൻ ആൾമാറാട്ടം നടത്തി ആ പെണ്ണിന്റെ സ്ഥാനത്ത് ഡാൻസ് ചെയ്തു. അവളുടെ ഡാൻസ് കണ്ട് നമ്മുടെ കിങ്ങും പ്രിൻസ് ഹീച്ചിങ്ങും എല്ലാവരും അന്തം വിട്ടു. എല്ലാവരും അവളെ പുച്ഛത്തോടെ നോക്കി. അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെയും അവളെ വഴക്ക് പറയാൻ തുടങ്ങി. എന്തുവാ ഇവളി കാണിക്കുന്നേ, എന്ത് ഡാൻസായത്, കിങ്ങിനെ ഇങ്ങനെ നാണം കെടുത്താമോ എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ കളിയാക്കാനും തുടങ്ങി. ഇതൊക്കെ കണ്ട് വാനറിന് ഒരുപാട് സന്തോഷമായി. അവളെ ഇനി സെലക്ട് ചെയ്യേണ്ടതില്ലല്ലോ എന്ന് കരുതി. പ്രിൻസ് ഹീച്ചിങ് തന്നെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുപ്പിക്കുന്ന ഡാൻസ് അവൾ കളിച്ചുകൊണ്ടിരിക്കെ അറിയാതെ അവളുടെ കൈ തട്ടി മുഖം മൂടി മാറുന്നു. അപ്പോൾ അവൾ നമ്മുടെ ഹീറോയിൻ ആണെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയും അതേപോലെ പ്രിൻസ് ഹീച്ചിങ്ങും മനസ്സിലാക്കുന്നു. ഇതിലെന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് പ്രിൻസ് ഹീച്ചിങ്ങിന് മനസ്സിലായി. പെർഫോമൻസ് കഴിഞ്ഞ പാടെ വാനർ പറയുന്നു, ഈ കുട്ടി വളരെ ബോൾഡാണ്, എല്ലാവരുടെയും മുമ്പിൽ ഒരു നാണവും മര്യാദയും ഇല്ലാതാണ് അങ്ങനത്തെ ഡാൻസുകൾ കളിച്ചത്, അതുകൊണ്ട് തന്നെ ഈ കുട്ടിനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, ഇനി സെലക്ഷൻ വേണ്ട, എനിക്ക് ആ കുട്ടിനെ ഇഷ്ടപ്പെട്ടു, ഇത് തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കിങ്ങും വാനറും ഒരേപോലെ പറ്റൂല എന്ന് ഉറക്കെ പറയുന്നു. അതെന്താ പറ്റാത്തത്, എനിക്ക് ആ കുട്ടിനെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ വേറൊന്നും ആലോചിക്കേണ്ട എന്ന് പ്രിൻസ് ഹീച്ചിങ് പറഞ്ഞപ്പോൾ ആ ഒരു സംഭാഷണം അവിടെ വെച്ച് നിർത്താൻ വേണ്ടിയിട്ട് വാനർ സുഖമില്ലായ്മ അഭിനയിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധ വാനറിന്റെ മേലേക്ക് തിരിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്നും മെല്ലെ എസ്കേപ്പ് ആവുന്നു. ഇതിനകം തന്നെ കൊട്ടാരമാകെ മിസ്സുവിന് പകരം ആരോ കയറി എന്ന വാർത്ത പരന്നിരുന്നു. എല്ലാവരും ആ ആളെ തെരഞ്ഞു നടക്കുകയായിരുന്നു. ഹീറോയിൻ പോയത് നമ്മുടെ ഹീറോ കണ്ടതുകൊണ്ട് തന്നെ അവളെ ഫോളോ ചെയ്ത് അവൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് അവരും എത്തി. എന്നിട്ട് അവളോട് പറഞ്ഞു, ഓ, നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ, നിനക്ക് പ്രിൻസ് ഹീച്ചിങ്ങിനെ കല്യാണം കഴിക്കണമായിരുന്നല്ലേ, അതുകൊണ്ടല്ലേ നീ ആൾമാറാട്ടം നടത്തി അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ബഹളം ഉണ്ടാക്കുന്ന സൗണ്ട് കേട്ട് പ്രിൻസ് ഹീച്ചിങ് അങ്ങോട്ട് വരുന്നു. എല്ലാവരും വരുന്നത് അറിഞ്ഞ് നമ്മുടെ കിങ് രണ്ടുപേരും കൂടി രക്ഷപ്പെട്ടാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ അവിടുന്ന് പറഞ്ഞയച്ചിട്ട് പ്രിൻസ് ഹീച്ചിങ്ങിന്റെ റൂമിൽ തന്നെ നമ്മുടെ ഹീറോ ഇരുന്നു. നമ്മുടെ ഹീറോയെ കണ്ട് പ്രിൻസ് ഹീച്ചിങ് ചോദിക്കുന്നു, താങ്കൾ എന്നാ പതിവില്ലാതെ എൻ്റെ റൂമിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇതുവരെ പോയപ്പോൾ നിങ്ങളുടെ റൂം കണ്ടിട്ട് കയറിയതാണ്, ഒരുപാട് വർഷമായില്ലേ ഇവിടെ ഇരുന്നൊരു ടീ കുടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ടീ കുടിക്കാൻ കയറിയതാണ് എന്ന് പറയുന്നു. അപ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോയിൻ്റെ ഹെയർ പിന്ന് അവിടെ കണ്ടിട്ട് പ്രിൻസ് ഹീച്ചിങ് ചോദിക്കുന്നു, ഇത് ടീ കുടിക്കാൻ വന്ന മാതിരി ഇല്ലല്ലോ, ഒറ്റക്കാണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് കുത്തി പറഞ്ഞു. പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ നമ്മുടെ കിങ് പറയുന്നു, ഇന്ന് വന്ന
പെൺകുട്ടികളിൽ നീ ആരെ വേണേലും സെലക്ട് ചെയ്തോ, ആരെ വേണേലും കല്യാണം കഴിച്ചോ, പക്ഷേ ഒരിക്കലും പണ്ട് നീ ചെയ്ത പോലെ അവളെ ഒരിക്കലും നീ കൈയൊഴിയരുത്, മരണം വരെ കൂടെ ഉണ്ടാവണം എന്ന് പറയുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹീറോയിൻ ഉറക്കെ എണീക്കാൻ കാത്തു നിൽക്കുന്ന കോങ്ങിനെയാണ്. അവൾ എണീറ്റതും അവളോട് പറയുന്നു, നിങ്ങളെ കിങ് അന്വേഷിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സീക്രട്ട് റിസർച്ച് സെന്ററിലോട്ട് വരണം എന്ന് പറഞ്ഞു പോകുന്നു. കിങ് അവളെ വിളിച്ചത് എന്തിനാണെന്ന് വ്യക്തമായിട്ട് അറിയുന്ന അവൾ കിങ്ങിന്റെ അടുത്ത് ചെല്ലാതെ മാറി നിൽക്കുന്നത് കണ്ട് അവളെ അടുത്തേക്ക് വിളിക്കുകയും അവൾ സോപ്പിട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, എന്തിനാ നീ ഇന്നലെ പ്രിൻസ് ഹീച്ചിങ്ങിന്റെ ബ്രൈഡ് സെലക്ഷന് പോയത്, നിനക്ക് പ്രിൻസ് ഹീച്ചിങ്ങിനെ അത്രയ്ക്കും ഇഷ്ടമാണോ, എന്നെക്കാളും ബെറ്റർ ആണോ പ്രിൻസ് ഹീച്ചിങ്, നീ എന്തിനാ അവനെ ഇഷ്ടപ്പെടുന്നത്, അവനെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുന്നു. അത് കേട്ടതും നമ്മുടെ ഹീറോയിൻ പറയുന്നു, എനിക്ക് പ്രിൻസ് ഹീച്ചിങ്ങിനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ അവിടെ പോകുന്നത്, ഞാൻ ഒരാളെ സഹായിക്കാൻ പോയതാണ്, എന്നോട് ഒരാൾ സഹായം ചോദിച്ചു, അയാളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞപ്പോൾ, അത് ആരാണ് എന്താണെന്ന് നീ എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ കിങ് അവളെ പിടിച്ചു വലിക്കുമ്പോൾ അവളുടെ ഡ്രസ്സ് കീറുകയും രണ്ടാളും കൂടി മറിഞ്ഞു വീണ് കസരമേ ഇരിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് കോങ്ങും ലീയും പിന്നെ ആ സ്കോളറും കൂടി കയറി വരുന്നത്. ആ രംഗം കണ്ട് പേടിച്ച് വിറച്ച് അന്തം വിട്ട് നിൽക്കുന്ന അവരോട് കിങ് ചൂടാവുന്നു, നിങ്ങൾ എന്തിനാ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങോട്ട് കയറി വന്നത്, പുറത്തേക്ക് പോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു. പെട്ടെന്ന് തന്നെ അവരെ തിരിച്ചു വിളിക്കുകയും വന്നതിൻ്റെ കാര്യം അന്വേഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് കനാൽ നിർമ്മിക്കാൻ ഏൽപ്പിച്ച മിനിസ്റ്ററിന് അതിന് എന്തൊക്കെ തടസ്സം വരികയും ആ തടസ്സം മാറണമെങ്കിൽ കിങ് തന്നെ നേരിട്ട് പോവുകയും വേണം എന്നുള്ള വാർത്ത നമ്മുടെ കിങ് അറിയുന്നു. കനാലിന്റെ കാര്യം വളരെ രഹസ്യമായി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരും അറിയാതെ വേണം പോയി വരാൻ. പക്ഷേ അവിടെ പോയി വരാൻ 3 ദിവസം എടുക്കും. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എങ്ങനെ പോയി വരും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, ഞാൻ ഡിവൈൻ എമിസേരിയാണ്, ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് വളരെ സന്തോഷത്തോടെ എക്സസൈസ് ചെയ്യുന്ന ക്യൂൻ മദറിനോട് നമ്മുടെ ഹീറോയിൻ പറയുന്നു, നമ്മുടെ കിങ്ങിന് ഒരുപാട് ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങളൊക്കെ മാറണമെങ്കിൽ ഇവിടെ നിന്നും കുറച്ച് ദൂരെയുള്ള ബുദ്ധ ടെമ്പിളിൽ പോയിട്ട് 3 ദിവസത്തെ പൂജകൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് തന്നെ പാലസിൽ നിന്നും 3 ദിവസത്തേക്ക് ഞാനും കിങ്ങും മാറി നിൽക്കുകയാണ് എന്ന് പറയുന്നു. അത് കേട്ടതും ക്യൂൻ മദർ പറയുന്നു, കിങ്ങിനെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, എന്നാൽ നിങ്ങളുടെ കൂടെ ഞങ്ങളും വരുന്നുണ്ട്, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറയുന്നു. എല്ലാവരും കൂടി ആണെങ്കിലും പാലസിൽ നിന്നും ഒന്ന് പുറത്തു പോകാൻ കരുതിയല്ലോ എന്ന് കരുതി നമ്മുടെ ഹീറോയിൻ ആശ്വസിക്കുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് എല്ലാവരും കൂടി ബുദ്ധ ടെമ്പിളിലോട്ട് പോകുന്നതാണ്. എല്ലാവർക്കും അവരുടേതായ ക്യാരേജ് ഉണ്ട്. അവർ കിങ്ങും ക്യൂൻ മദറും അതേപോലെ നമ്മുടെ ഹീറോയിനും വാനറും അല്ലാതെ നമ്മുടെ പ്രിൻസ് ഹീച്ചിങ്ങിന് വേണ്ടി കല്യാണം ആലോചിച്ച ആ പെണ്ണും ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ. എല്ലാവരുടെയും ക്യാരേജ് നല്ല സ്മൂത്തായിട്ട് പോകുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ ക്യാരേജിന് മാത്രം ഒരു നട്ട് ഇളകിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങി ആകെ കഷ്ടപ്പാടിലായിരുന്നു. അത് കണ്ടിട്ട് ലൂ നമ്മുടെ കിങ്ങിനോട്, എന്തിനാണ് കിങ് എമിസേരിക്ക് ഇങ്ങനെ ഒരു കാർട്ട് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും എന്ന് പറയുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ശരീരമാകെ വേദനയോടുകൂടി നമ്മുടെ ഹീറോയിൻ ആ കാർട്ടിൽ നിന്നും ഇറങ്ങുന്നു. അവളെ കണ്ടിട്ട് അവളുടെ അടുത്തോട് നമ്മുടെ കിങ് വന്നിട്ട് ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്ന യാത്രയ്ക്ക്, നല്ല സുഖമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നു, വളരെ കഷ്ടപ്പാടാണ്, ആ കാർട്ടിന് എന്തോ കുഴപ്പമുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കാർട്ടിൽ വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ അവൻ്റെ പ്ലാൻ സക്സസ് ആയ പോലെ അവൻ ചിരിയോടുകൂടി, എൻ്റെ കാർട്ടിൽ വരണമെങ്കിൽ എന്നോട് നീ താഴ്ന്നു കയറുന്ന് അപേക്ഷിക്കണം, എന്നാലേ വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അവൾക്ക് ഗത്യന്തരമില്ലാതെ അവനോട് അങ്ങനെ തന്നെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു കാർട്ടിൽ കയറുന്നു. ഇപ്പുറത്ത് പ്രിൻസ് ഹീച്ചിങ് തൻ്റെ കുതിരയുടെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടിട്ട് ജാങ് അങ്ങോട്ട് സംസാരിക്കാൻ ചെന്നെങ്കിലും പ്രിൻസ് ഹീച്ചിങ് അവൻ വാനറും ഒത്ത് ഈ കുതിരയുടെ കൂടെ പണ്ട് ചെലവഴിച്ച നിമിഷങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നു. വാനറിന്റെ കസിനും കൂടിയായ ജാങ് പറയുന്നു, താങ്കളെ പറ്റിയും താങ്കളുടെ കുതിരയെ പറ്റിയും എന്നോട് എപ്പോഴും വാനർ പറയുമായിരുന്നു, ഈ കുതിര നല്ല കുതിരയാണ് എന്ന് പറഞ്ഞ് കുതിരയെ തൊട്ട് ആ കുതിര അവളെ തള്ളിയിടാൻ ശ്രമിച്ചു. വീഴാൻ പോകുന്ന ജാങ്ങിനെ പെട്ടെന്ന് പ്രിൻസ് ഹീച്ചിങ് താങ്ങി പിടിച്ചു. പക്ഷേ അതെല്ലാം വാനർ കാണുന്നുണ്ടായിരുന്നു. വാനർ പ്രിൻസ് ഹീച്ചിങ്ങിന് ജാങ്ങിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും അവളെ പ്രിൻസ് ഹീച്ചിങ് മറന്നു എന്നും കരുതി സങ്കടപ്പെടുന്നു. അത് കണ്ടിട്ട് വാനറിനെ പ്രിൻസ് ഹീച്ചിങ്ങിൽ നിന്നും ഒന്നുകൂടി അകറ്റാൻ വേണ്ടി ക്യൂൻ മദർ പറയുന്നു, അവർ തമ്മിൽ എന്ത് ചർച്ചയല്ലേ, അവർ തമ്മിലുള്ള ആ അകൽച്ച കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവളെയും കൂടി നമ്മുടെ ട്രിപ്പിന് കൂട്ടിയത്, ഇപ്പോൾ ഏതായാലും എൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ടെമ്പിളിലെത്തിയ എല്ലാവരെയും ഒരു റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നു, നിങ്ങൾ എല്ലാവരും ഈ റൂമിൽ നിന്ന് 3 ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാതെ ഞാൻ തരുന്ന പ്രേയേഴ്സ് എല്ലാം ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. ഞാനും കിങ്ങും കൂടി അപ്പുറത്തെ റൂമിൽ കിങ്ങിന്റെ ബാഡ് ലക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് റിച്വൽസ് ഒക്കെ ചെയ്യും. നിങ്ങൾ ആരും അങ്ങോട്ട് വരികയോ ഞങ്ങളെ തിരക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നു. ഇപ്പുറത്ത് പ്രിൻസ് ഹീച്ചിങ്ങിന്റെ ബോഡി ഗാർഡ് വന്ന് പറയുന്നു, നമ്മുടെ കിങ്ങിന്റെ പണം മുഴുവൻ പോകുന്നത് മിനിസ്റ്റർ ലൂവിന്റെ കയ്യിലോട്ടാണ്, അയാൾ അവിടെ എന്തോ കനാലിന്റെ പ്രോജക്റ്റ് എന്തോ ചെയ്യുന്നു എന്നാണ് വിവരം കിട്ടിയത് എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ പ്രിൻസ് ഹീച്ചിങ്ങിന് മനസ്സിലായി, കിങ് വേറെ എന്തോ ഉദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനൊരു യാത്ര ഏർപ്പാടാക്കിയത് എന്ന് വിചാരിച്ചിട്ട് കിങ്ങിനെ ക്ലോസായി വാച്ച് ചെയ്യാൻ വിചാരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങിയ സമയം നോക്കി നമ്മുടെ കിങ്ങും ഹീറോയിൻ പുറത്തു പോകാൻ ഇറങ്ങിയപ്പോഴാണ് വാനറിനെ അവിടെ കാണുന്നത്. വാനറിനെ കണ്ടപാടെ നീ എവിടെ പോകുന്നു എന്ന് കിങ് ചോദിച്ചപ്പോൾ വാനർ പറയുന്നു, ഇവിടുത്തെ ഭക്ഷണം വളരെ ലഘുവായിട്ടാണ് കിട്ടിയത്, എനിക്ക് വിശന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കിച്ചണിൽ പോയി വരികയാണ് എന്ന് പറയുന്നു. ഇപ്പുറത്ത് പ്രിൻസ് ഹീച്ചിങ്ങും തൻ്റെ റൂമിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് കിങ്ങിനോട് ചോദിക്കുന്നു, കിങ് ഈ നേരത്തെ നിങ്ങൾ എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ പ്രിൻസ് ഹീച്ചിങ്ങിനോട് കിങ് പറയുന്നു, അകത്ത് നല്ല ചൂട്, പുറത്തിരുന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം കാറ്റ് കൊള്ളാം എന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ് എന്ന് പറയുന്നു. അപ്പോൾ പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, ഞാനും പുറത്തിരുന്ന് എന്തെങ്കിലും കഴിക്കാം എന്ന് കരുതി വന്നത് തന്നെയാണ്, എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് അവർ 4 പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കഴിക്കുന്നതിനിടയിൽ വാനർ പ്രിൻസ് ഹീച്ചിങ്ങിനോട് ചോദിക്കുന്നു, പ്രിൻസ് ഹീച്ചിങ്ങെ താങ്കൾ എപ്പോഴാണ് മിസ് സൂയിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നത്തേക്കാൾ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ
പ്രിൻസ് ഹീച്ചിങ് വാനറിന്റെ ആ ചോദ്യം കേട്ടതും വാനറിനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നു, മിസ് സൂയി നിങ്ങളുടെ കസിൻ അല്ലയോ? നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും ഉള്ള കുട്ടിയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഡേറ്റ് നോക്കി കല്യാണം കഴിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് എന്ന് പറയുന്നു. പ്രിൻസ് ഹീച്ചിങ് വാനറിനെ ദേഷ്യം പിടിപ്പിക്കാനാ പറഞ്ഞതെന്നറിഞ്ഞ് നമ്മുടെ ഹീറോ ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നു, പ്രിൻസെ കല്യാണം എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അത് ആരുടെയോ മേലെയുള്ള ദേഷ്യം തീർക്കാനാവരുത്, സ്വന്തം ഇഷ്ടത്തിനാവണം എന്ന് പറയുന്നു. പ്രിൻസ് ഹീച്ചിങ് പറയുന്നു, ഇല്ല ഞാൻ എല്ലാം തീരുമാനിച്ചതാണ്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് പറഞ്ഞത് എന്ന് പറയുന്നു. അത് കേട്ടോണ്ട് മിസ് സൂയി നിങ്ങൾ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. താങ്ക്